ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പൂരിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ പൂരി ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് വരാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് 1/4 കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ റവ ഇട്ട് കൊടുക്കുമ്പോഴാണ് റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്നത് പോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ട് വേണം കേട്ടോ. ചപ്പാത്തിയുടെ മാവിനേക്കാളും ചെറിയൊരു ലൂസിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഒരു 1/4 കപ്പും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പൊ എനിക്ക് ഇവിടെ 1 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തർ എടുക്കണ പൊടിക്ക് അനുസരിച്ചിട്ട് വേണം വെള്ളത്തിന്റെ അളവ് കൂട്ടാനും കുറക്കാനൊക്കെ ആയിട്ടാ. മാവ് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പൊ എല്ലാം ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പത്തിരി പ്രസ്സിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പൊ പ്രസ്സിൽ ആദ്യം കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. അപ്പൊ പെട്ടെന്ന് തന്നെ കഴിയൂട്ട് ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ. 2-3 പരത്തിയെടുത്ത് കഴിയുമ്പോൾ വീണ്ടും ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം പരത്തിയെടുത്തതിന് ശേഷമാണ് ഫ്രൈ ആക്കാനായിട്ട് നിൽക്കുന്നത്. പ്രസ്സിൽ വെച്ചിട്ട് ഇപ്പൊ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചെന്ന് വിചാരിച്ചിട്ട് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുക്കാനൊക്കെ പറ്റും. ഒട്ടി പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് 1 ബൈ 1 ആയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കി തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പൂരി ഫ്രൈ ആക്കുമ്പോൾ എപ്പോഴും ഓയിലാണ് നല്ലത്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നിട്ടിട്ടും ഫ്രൈ ആക്കി എടുക്കാം. നല്ല രീതിക്ക് തന്നെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊന്തി വരും. ഇത് പപ്പടം വറക്കുന്ന പോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പൂരി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. ചില ആളുകളൊക്കെ അങ്ങനെ കുഴൽ വെച്ച് പരത്തിയെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ പൂരിക്ക് വേണ്ടി മാവ് കുഴക്കുമ്പോൾ റവ ചേർക്കാൻ ആരും മറക്കരുത് കേട്ടോ. എങ്കിലാണ് നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു പൂരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി മറക്കാതെ തന്നെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്